രാജു പി നായർ, ഇപ്പോൾ ഈ ചടങ്ങിൽ നമ്മൾ ആകെ 17 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം, അതിനുള്ള ഇരിപ്പിടമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നു. അതൊരു അപാകതയായി തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ മറുപടി. കാരണം ഇതിപ്പോൾ ഈ ഒരു ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് എത്ര നന്നായേനെ എന്നാണ് നമ്മളൊക്കെ വിചാരിച്ച. ആ ഒരു ഒഴിഞ്ഞ കസേര അത് ആ ചടങ്ങിനൊരു അഭംഗിയായി പോയി. ശ്രീ രാജു പി നായർ, ക്ഷണം ലഭിച്ചതാണ്, അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ ഒരു കസേര കൃത്യമായി വന്നതും. ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. അല്ല അനുജ, ഈ ക്ഷണം എങ്ങനെയായിരുന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അതിനകത്തേക്ക് പോകുന്നില്ല. കാരണം എപ്പോഴായിരുന്നു ക്ഷണം അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ വാസവൻ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇവിടെ ശ്രീ സജീഷ് പറഞ്ഞൊരു വസ്തുതാപരമായിട്ടുള്ള വിഷയമുണ്ട്. വി എൻ വാസവൻ അന്ന് നടത്തിയ പ്രസംഗത്തിൽ തന്നെ, പത്രസമ്മേളനത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് സംസ്ഥാനത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് നിന്ന് കൊടുത്ത ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. പത്രക്കാർ ചോദിച്ചപ്പോൾ അത് അവിടെ നിന്ന് നിർദ്ദേശിച്ചതാണ് എന്ന് പറയുകയും ചെയ്തു. ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ കൊച്ചി മെട്രോയെ കുറിച്ച് പറഞ്ഞല്ലോ. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിൽ അന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ കയറി. കുമ്മനം രാജശേഖരൻ കയറിയപ്പോൾ അന്ന് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന എന്താ? ഞാൻ അറിഞ്ഞില്ല, പ്രധാനമന്ത്രി കയറിയപ്പോൾ അവരുടെ കൂടെ കുമ്മനം രാജശേഖരനും കയറി എന്നല്ലേ ഈ നാടിനോട് കള്ളം പറഞ്ഞത്? അല്ലേ? ഈ നാടിനോട് കള്ളം പറഞ്ഞ അങ്ങനെയല്ലേ? ആ പിണറായി വിജയന്റെ സർക്കാർ ഇന്ന് വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വരുന്നത് നേരത്തെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അതിനകത്ത് പെടുത്തി? ചോദ്യമല്ലേ? കൊച്ചി മെട്രോയുടെ അങ്ങ് നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ടെങ്കിൽ അതിന്റെ കമന്റ് എടുത്ത് നോക്കുക. പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല, ഇവർ കയറിയപ്പോൾ അതിന്റെ കൂടെ കയറി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് കുമ്മനടി എന്നുള്ള പേര് പോലും വന്നത്. അല്ലേ? അപ്പോൾ നിലപാടില്ലായ്മയാണ്. നോക്കൂ, ഇവിടെ സജീഷ് പറയുകയാണ് അദ്ദേഹത്തിന് ഹിന്ദി മനസ്സിലായില്ല. ഞങ്ങൾക്കെല്ലാം ഹിന്ദി ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അല്ല, അതിനുശേഷം ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ആ പ്രയോഗം ശരിയാണോ എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ടാകുന്നതിന്റെ ഉത്ഭവം അവിടെയാണല്ലോ. അതിനുശേഷം വന്ന ആ പ്രയോഗമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ രാജു പി നായർ, താങ്കൾക്ക് തുടരാം. മോശമാണ് അനുജ അങ്ങനെയുള്ള ശൈലിയൊക്കെ. അല്ല, ഇതിപ്പോ ചന്ദ്രനടി എന്ന് പോലും ആയിട്ടുണ്ട്. ഇപ്പൊ ചന്ദ്രനടി എന്ന് പുതിയ വാക്യവും വന്നിട്ടുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ശ്രീ സജീഷ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. രാജ്യസഭാ സീറ്റ് കൊടുത്തിട്ട് അവിടെ ഇതുണ്ടാക്കിയത്, രാജ്യസഭാ സീറ്റ് കൊടുത്തിട്ട് ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചത് കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ MP ആവാതെ പോയത്. ഇല്ലേ? AM രാരിഫിന് ലഭിച്ചിരുന്ന കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിന്റെ 1,05,000 വോട്ട് കുറഞ്ഞു. അത് നേരെ പോയത് ശോഭാ സുരേന്ദ്രനാണ്. KC വേണുഗോപാൽ ഈ കേരളത്തിൽ നിന്ന് രണ്ടാമതൊരു BJPയുടെ MP ഉണ്ടാവുന്നതിനെ തടയാൻ വേണ്ടി രാഷ്ട്രീയമായി നടത്തിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരേ ചേരിയിലാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ അദ്ദേഹം ഇവിടെ ഉല്ലാസ് ബാബു പറയാണ്, സോണിയയും രാഹുൽ ഗാന്ധിയും അദാനി വരുന്നതിനെ എതിർത്തു. എപ്പോഴാണ് എതിർത്തത്? സോണിയ രാഹുൽ ഗാന്ധിയും അദാനി വരുന്നതിനെ എതിർത്തത് എവിടെയാ? ഒരിക്കലും എതിർത്തിട്ടില്ല. എന്ന് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല രാജസ്ഥാനും തെലങ്കാനയിലുമെല്ലാം അദാനിയുമായി ചേർന്ന് അവിടുത്തെ കോൺഗ്രസ് സർക്കാരുകൾ ധാരണാപത്രങ്ങൾ ഒപ്പിട്ടുണ്ട്. ഞങ്ങൾ അദാനി എന്ന് പറയുന്ന കോർപ്പറേറ്റിനെതിരല്ല, അദാനിക്ക് ലഭിക്കുന്ന കുത്തകവൽക്കരണത്തിനാണ് ഞങ്ങൾ എതിര്. ആ വിഴിഞ്ഞത്തിനപ്പുറം തിരുവനന്തപുരം എയർപോർട്ട് ഒരു രാജ്യത്ത് 2 എയർപോർട്ടുകളിൽ കൂടുതൽ ഒരു എൻറ്റിറ്റിക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ അതിനെ അട്ടിമറിച്ച് നരേന്ദ്രമോദിയുടെ സുഹൃത്തായ അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് കൊടുത്തതിലാണ് ഞങ്ങളുടെ എതിർപ്പ്. ഞങ്ങൾ ഈ പദ്ധതിക്ക് 2011 പാരിസ്ഥിതിക അനുമതി ലഭിച്ചതല്ലേ? ആരാ കൊടുത്തത്? ജയറാം രമേശല്ലേ കൊടുത്തത്. പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം കൊടുത്തു. പിന്നെ ഒരു ചൈനീസ് കമ്പനി ഇതിനകത്തേക്ക് വന്നു. ചൈനീസ് കമ്പനി വന്നപ്പോൾ ദേശസുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ആ ചൈനീസ് കമ്പനിക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ തുറമുഖം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉല്ലാസ് ബാബുവിന് മനസ്സിലാവില്ല. കാരണം പാകിസ്ഥാനും ജമ്മു കാശ്മീരും തമ്മിൽ അതിർത്തി പങ്കിടുന്നിടത്ത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലയിൽ അവിടെ പ്രതിനിധിയാണ്. അപ്പൊ ദേശസുരക്ഷ അപ്പുറം അല്ല, ഞാൻ അറിയുന്നോണ്ടാണല്ലോ പറഞ്ഞത്. അങ്ങക്ക് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ അങ്ങ് പറയൂ. എനിക്കറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ലോകത്തെല്ലാം നരേന്ദ്രമോദിക്ക് മാത്രം അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളൂ. പക്ഷേ പാകിസ്ഥാനും കാശ്മീരും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ സൈന്യത്തിന്റെ നിർദ്ദേശം മറികടന്ന്, സൈന്യത്തിന്റെ എതിർപ്പ് മറികടന്ന് അദാനിക്ക് സ്ഥലം നൽകിയോ? ഉല്ലാസ് ബാബു, ഉണ്ടോ ഇല്ലേന്ന് പറ. സൈന്യത്തിന്റെ എതിർപ്പിനെ മറികടന്ന് പാകിസ്ഥാനും ജമ്മു കാശ്മീരും തമ്മിൽ അതിർത്തി പങ്കിടുന്നിടത്ത് നിങ്ങൾ സ്ഥലം നൽകിയോ? പറയൂ ഉല്ലാസ് ബാബു. ഇല്ല എന്ന് പറ.
താൻ ചോദിക്കുമ്പോ മറുപടി പറയാതിരിക്കുന്ന ആളല്ലല്ലോ ഈ ഞാൻ. ഡയലോഗ് അടിക്കരുത്. അനുജ അപ്പൊ ചോദ്യം ഈ ഡയലോഗ് ചോദിക്കുമ്പോ ഞാനൊരു മറുപടി വിഷയത്തിൽ പറയാനുള്ളതാണ്. കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഡയലോഗ് അടിക്കണമെന്നില്ല. നിങ്ങളെ താങ്കളുടെ പോലെ തിട്ടൂരത്തിന് വേണ്ടി ആകാശത്തേക്ക് ഡയലോഗ് അടിക്കരുത്. ശരി, രാജ്യത്തെ ശരി. തിട്ടൂരത്തിന് ഞാൻ ഇവിടെ ചർച്ച ചെയ്തിരിക്കണം. അതുകൊണ്ട് താൻ ആരാടോ എന്റെ വിഴിഞ്ഞം- അടുത്ത് തിട്ടൂരം പഠിപ്പിക്കാൻ? വിഴിഞ്ഞം തുറമുഖത്തിൽ ആകാശത്തേക്കോ താഴത്തേക്കോ വെടി വെച്ചിട്ടോ തന്റെ ഉത്തരവാദിത്വം. താൻ എന്റെ അടുത്തേക്ക് ചോദ്യം ചോദിക്കാൻ വരാനുള്ളതൊന്നും താനായിട്ടില്ല കേട്ടോ. ദേശ സുരക്ഷയ്ക്കെതിരായത് കൊണ്ടാണ് അനുമതി. ദേശ സുരക്ഷയ്ക്കെതിരായത് കൊണ്ട് ആ ചൈനീസ് കമ്പനിക്ക് അനുമതി കൊടുത്തില്ല. അതിന്റെ പക്ഷേ അപ്പുറത്തേക്ക് ഒരു കമ്പനിയെ കണ്ടെത്താൻ കാലങ്ങളായിട്ട് ഭരിച്ചിരുന്ന താങ്കളുടെ പാർട്ടിക്കാരില്ലെങ്കിൽ കഴിവ് കുറവെന്നാണ് രാജു പറയാതിനെ. അത് ഉമ്മൻചാണ്ടിയുടെ കഴിവ് കുറവ്. അതെന്താ രാജുവിന് മനസ്സിലാകാതെ? 34 കൊല്ലം കേരളത്തിനകത്ത് ഭരിച്ച ഉദ്ഘാടനം മുഴുവൻ നടന്നത് PMO ഓഫീസിന്റെ നേതൃത്വത്തിലാണെന്ന് പറയുന്നു. PMO ഓഫീസിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ആ ഉദ്ഘാടനം നടന്നത്. അങ്ങനെയാണെങ്കിൽ ആ വേദിയിൽ ദേശീയ ഗാനം ആലപിക്കാത്തതിന്റെ ഉത്തരവാദിത്വം ഉല്ലാസ് ബാബു ഏറ്റെടുക്കോ? ഉല്ലാസ് ബാബു ഏറ്റെടുക്കുന്നുണ്ടോ? ആ വിഴിഞ്ഞത്തുള്ള പരിപാടിയിൽ ദേശീയ ഗാനം ആലപിക്കാതിരുന്നതിന്റെ, ദേശീയ ഗാനത്തെ ഈ രാജ്യത്തെ അപമാനിച്ചതിന്റെ ഉത്തരവാദിത്വം ഉല്ലാസ് ബാബു ഏറ്റെടുക്കുവോ? CPM പറയുന്നത് PMOയുടെ ഇതനുസരിച്ചാണ് ചെയ്തതെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കല്ലേ ഉത്തരവാദിത്വം? നോക്കൂ, ഇവിടെ രണ്ടു പേർക്കും ഇത് സംബന്ധിച്ചൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്. സജീഷെ, ഒന്ന് നരേന്ദ്രമോദിയെ വിമർശിക്കും. സതീഷെ, ഞങ്ങൾക്ക് ആ ഹിന്ദി പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലാവാഞ്ഞത് ഈ ആദ്യത്തെ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സജീഷ് പറഞ്ഞതാ മനസ്സിലാവാത്തത്. ഇങ്ങനെ കടന്ന് എഴുകണോ? ഇങ്ങനെ ഒരു ദാസ്യം ആവശ്യമുണ്ടോ? നിങ്ങൾ ആ സ്റ്റാലിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് ഒന്ന് പോയിട്ട് RSS വിരുദ്ധ പോരാട്ടം എന്താണെന്ന് പിണറായി വിജയനോട് അവിടെ പോയെന്ന് പറയാം. പിണറായി ഇല്ല, പി വിജയനോട് അവിടെ പോയെന്ന് പഠിക്കാൻ പറ. എങ്ങനെയാണ് സംഘപരിവാറിനോട് പോരാടുന്നതെന്ന്. ഈ ഗവർണർമാർക്ക് അത്താഴവിരുന്നുണ്ടാക്കിയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രധാനമന്ത്രി പറയുന്നതിന് മുട്ടയിലഴഞ്ഞും ഒന്നും അല്ല സംഘപരിവാർ വിരുദ്ധ നടത്തുന്നത്. സർക്കാരിന്റെ പരിപാടികളിൽ നിങ്ങൾ പറയുന്നതല്ല, ഞങ്ങളാണ് ഓർഗനൈസേഴ്സ്, അങ്ങ് ഉദ്ഘാടകനാണ്. അങ്ങ് പറയുന്ന PWയുടെ നിബന്ധന പ്രകാരം എത്ര സീറ്റ് അവിടെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ NSG പറയുകയാണ് ഇത്ര സീറ്റേ പാടുള്ളൂ. ശരി, ആ സീറ്റിൽ ആരൊക്കെ ഇരിക്കണം എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു ഭരണപക്ഷയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനെ മാത്രം അവിടെ ഇരുത്തുന്നത് നീതികേടാണ്. അതുകൊണ്ട് അത് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നില്ലെങ്കിൽ വേണ്ട, P വിജയൻ ഉദ്ഘാടനം ചെയ്തോളാം എന്ന് പറയാനുള്ള ആർജവം വേണമായിരുന്നു. ആ ആർജവം ഇല്ലാതെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിന്, മതേതര കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പിഴവല്ലേ എന്ത് ചെയ്യാൻ പറ്റും? ശരി.